നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്റെ പേര് അശ്വതി. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ സെഷൻ നമ്മുടെ കൂടെ ഈ സെഷൻ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്റർ ആയിട്ടുള്ള ഗായത്രി മാമും ഉണ്ട്. പിന്നെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മാധവ മാമും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ BCom-F സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പൊ സക്സസ്ഫുള്ളി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മിക്ക സ്റ്റുഡൻസും ഒരു 8 പേപ്പർ പഠിക്കാനുള്ളതിലും മിനിമം ഒരു 4 പേപ്പറെങ്കിലും മിക്ക സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പലരുടെ റിസൾട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. സക്സസ്ഫുള്ളി എല്ലാവരും നല്ല രീതിയിൽ പാസ് ആവണമെന്ന് അറിയണതിൽ സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയറിലോട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സിലബസ് ഡീകോഡ് ചെയ്ത് തരിക, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. പിന്നെ നമ്മുടെ ലേൺ വൈസിൽ നിങ്ങളിപ്പോൾ വിത്ത് മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് എങ്ങനെ നിങ്ങളുടെ അക്കാദമിക് കണ്ടന്റ് വൈസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ BCom-F സെക്കൻഡ് ഇയറിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കറിയാം BCom-F എന്ന് പറയുന്ന 4-ഇയർ പ്രോഗ്രാം വന്നിട്ടുള്ളത് ജാനുവരി 2024 മുതലാണ്. അതിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് ആ ഒരു പാറ്റേണും ആ ഒരു സബ്ജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടത്തെ BCom ജനറൽ വെച്ച് നോക്കുന്ന സമയത്ത് സബ്ജക്റ്റുകൾ കുറച്ച് റീഅറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 8 സബ്ജക്റ്റ് ആണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും 8 സബ്ജക്റ്റുകൾ തന്നെയാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ സ്ക്രീൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ പേരുകളും ഉണ്ടാവും. അവൈലബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലേൺ വൈസിൽ ഈ സബ്ജക്റ്റുകളുടെ സപ്പോർട്ട് എങ്ങനെ വരുന്നുണ്ട്, ഫുള്ളി അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ക്രെഡിറ്റ്സ് ആണ്. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 30 hours ഓഫ് സ്റ്റഡി വേണമെന്നാണ് നമ്മൾ പറയാം. അപ്പൊ 6 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റിന് അത്രയും ഹവേഴ്സ് നമ്മൾ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ BCOC 133 ബിസിനസ് ലോ. അത് നമ്മുടെ ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ ആണ്. കണ്ടന്റ് എല്ലാം തന്നെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സെക്കൻഡ് വൺ BCOC 134 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 2 സബ്ജക്റ്റുകളും 6 ക്രെഡിറ്റ്സ് വീതം ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്റ്റ് ആണ് വരുന്നത്. പിന്നെ BEGA 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പിന്നെ BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. Next one BCOE 141 principles of marketing. And next one BCOS 185 entrepreneurship. Next one BCOS 184 e-commerce and BPAS 184 logistics management. അങ്ങനെ 8 പേപ്പറാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്. ഈ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഏകദേശം 2 പേപ്പറാണ് നമുക്ക് ഒരു പ്രോബ്ലം പേപ്പർ നേച്ചറിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസും. അപ്പൊ ഈ 2 പേപ്പേഴ്സിന് മറ്റുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഈ 2 പേപ്പേഴ്സ് പ്രോബ്ലം കാറ്റഗറിയിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസോ കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഇനി തേർഡ് ഇയറിൽ വരുന്ന പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ BCOC 135 കമ്പനി ലോ. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത് ബിസിനസ് ലോ ആണ്. തേർഡ് ഇയറിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ലോ ആയിരിക്കും പഠിക്കേണ്ടി വരുന്നുണ്ടാവാം. അടുത്തത് BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. പിന്നെ BCOC 138 കോസ്റ്റ് അക്കൗണ്ടിങ്. BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിങ്. CPI 102 റിഡ്രസൽ ഓഫ് കൺസ്യൂമർ ഗ്രീവൻസസ്. അടുത്തത് BPCS 186 മാനേജിംഗ് സ്ട്രെസ്. BMS 01 Introduction to NGO Management. BECS 184 Data Analysis and one internship also നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഇതുവരെ യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടില്ല. ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നമ്മൾ തേർഡ് ഇയറിൽ പറഞ്ഞുതരും. ഒരു 1 month ഒക്കെ ഡ്യൂറേഷൻ ഉള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആയിരിക്കും ചെയ്യേണ്ടി വരിക കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ
വരുന്ന ആ ഒരു അവൈലബിലിറ്റി വരുന്ന അനുസരിച്ച് നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് തേർഡ് ഇയറിലാണ് ഇന്റേൺഷിപ്പ് വരുന്നത്, സെക്കൻഡ് ഇയറിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് വരുന്നില്ല. ഇനി നമുക്കറിയാം ബികോം എഫിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഇയറോട് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള 3 ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് അതല്ല, നിങ്ങൾ ഫോർത്ത് ഇയറിലോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന പേപ്പേഴ്സ് വരുന്നത് MCO ഫോർ ബിസിനസ് എൻവയോൺമെന്റ്, MCO 1 ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ, MCO 021 മാനേജറിയൽ എക്കണോമിക്സ്, MCO 024 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, MMPF 006 മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, MMPM 001 കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഒരു പ്രൊജക്ട്. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. പ്രൊജക്ടിന്റെ ക്രെഡിറ്റ് വരുന്നത് 12 ആണ്. ബാക്കിയുള്ള ആദ്യത്തെ 2 പേപ്പേഴ്സിന് 6 ക്രെഡിറ്റ്സും ബാക്കിയുള്ളതിന് 4 ക്രെഡിറ്റും ഇതാണ് വരുന്നത്. ഈ ഫോർത്ത് ഇയർ ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലുള്ള ഡിഗ്രി, ഹോണേഴ്സ് ഡിഗ്രി എന്ന് നമ്മൾ പറയും, ഈ ഒരു ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് ബികോമിൽ കിട്ടുന്നുണ്ടായിരിക്കാം. ഈ ഒരു ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ PG 1 ഇയറും കൂടെ ചെയ്താൽ മതിയായിരിക്കും. അത്രയും വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പൊ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതാണ്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഗായത്രി മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗായത്രി മാം ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങും കേട്ടോ, ഓരോ സബ്ജക്ട് വൈസ് എന്തൊക്കെയാ പഠിക്കാനുള്ളത് എന്നുള്ളത്. ഗായത്രി മാം, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പൊ നമ്മുടെ ഹർഷിതി മാം എന്താണ് നമുക്ക് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇയറിൽ നമ്മുടെ ആ സബ്ജക്ട്സിന് നമ്മൾ എന്താണ് ഇനി ഇൻഡെപ്ത് ആയിട്ട് ഓരോ സബ്ജക്ട്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് BCOC 133 ബിസിനസ് ലോ എന്ന് പറയുന്നത്. അതിന്റെ ബ്ലോക്ക് 1 നമ്മൾ പഠിക്കുന്നത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 1 ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു കോൺട്രാക്ട് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എസെൻഷ്യൽസ്, അതുപോലെ തന്നെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, പ്രീ കൺസെന്റ്, അതൊക്കെയാണ് നമ്മൾ എന്താണ് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 1 എന്ന് പറയുന്ന ബ്ലോക്ക് 1 നമ്മൾ പഠിക്കുന്നത്. ബ്ലോക്ക് 2 നമ്മൾ പഠിക്കുന്നത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 2 ആണ്. അതിൽ നമ്മൾ എന്താണ് കൺസിഡറേഷൻ ആൻഡ് ലീഗൽ ഓഫ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വോയിഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ റൂൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അതെന്താണ് മീൻ ചെയ്യുക, അതുപോലെ റെമഡീസ് ഓഫ് ബ്രീച്ച് ആൻഡ് ക്വസി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്, അതിന്റെ റെമഡീസ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ബ്ലോക്ക് 2 പഠിക്കുന്നത്. ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്നതാണ് സ്പെസിഫിക് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻഡെമിനിറ്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി അതെന്താണ്, അല്ലെങ്കിൽ ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് എന്താണ്, ആ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് എന്ത് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 ആണ് പാർട്ട്ണർഷിപ്പ്. നമ്മളൊരു കൊമേഴ്സ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആളാണെങ്കിൽ നമ്മൾ +1 മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണ് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് നമ്മുടെ ഫോർത്ത് ബ്ലോക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നതാണ് ഒരു പാർട്ട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് ഒരു എഗ്രിമെന്റിലോട്ട് ഒരു പാർട്ട്നേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ലൈബിലിറ്റീസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡെസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം, ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ ഡെസൊല്യൂഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരിക, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താ ബ്ലോക്ക് 4 പഠിക്കുന്നത്. ബ്ലോക്ക് 5 പറയുമ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആണ് വരിക. എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസിന്റെ നേച്ചർ എന്താന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസ് നടക്കുമ്പോൾ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വാറന്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഡെലിവറി എന്താണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്താണ്, നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ഓഫ് ആൻ അൺപേർഡ് സെല്ലർ എന്താണ്, അതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഒരു 4 യൂണിറ്റിലായിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. ബ്ലോക്ക് 6 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ് വരിക. അതിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ പാർട്ടീസ് എന്തൊക്കെയാണുള്ളത്, അല്ലെ പ്രോമിസറി നോട്ട്സ് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ചെക്ക് എന്താണ്, ഇതൊക്കെ നമുക്ക് ഒരുവിധം കുറച്ചൊക്കെ അറിയായിരിക്കും അല്ലെ. ഇപ്പൊ ഇതിൽ നമ്മൾ എന്താണ് ഒരു ഇൻഡെപ്ത് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക യൂണിറ്റ് 21 നമ്മൾ പഠിക്കുന്നത്. പിന്നെ നെഗോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രസന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ ബ്ലോക്ക് 6 പഠിക്കുന്നത്. അടുത്ത സബ്ജക്റ്റ് ആണ് BCOC
3, 4 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ പാർട്ട് 1 എന്താണ്, നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതെന്താണ്, അതിന്റെ യൂണിറ്റ് 1 ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് മെട്രിക്സ് എന്താണ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് എന്താണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എന്താണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കിൽ ഒരു മെട്രിക്സിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു പോർഷൻ ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറയും അടുത്ത പോർഷൻ വരുമ്പോ. എന്താണ്, അതൊരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പൊ അതെന്താണ്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലിമിറ്റ്സ്, അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു മാക്സിമ അല്ലെങ്കിൽ മിനിമം ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആ ഒരു പോർഷനിൽ പഠിക്കുന്നത്. പിന്നാണ് ബേസിക് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞ പോർഷൻ വരിക. അതിലെന്താണ് നമ്മൾ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണ്, കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു പോർഷനകത്ത് പഠിക്കുന്നത്. പാർട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് വരും. അപ്പൊ നമ്മൾ എന്താണ്, ഒരു യൂണിവേരിയന്റ് അനാലിസിസ് ആണ് ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ എന്താ യൂണിറ്റ് 12 പഠിക്കുന്നത്. പിന്നെ എന്താണ്, ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡിസ്പേർഷൻ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് ആ യൂണിവേരിയന്റ് അനാലിസിസ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ബൈവേരിയന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സിമ്പിൾ ലീനിയർ കോറിലേഷൻ എന്താണ്, അല്ലെങ്കിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ബൈവേരിയന്റ് അനാലിസിസിൽ പഠിക്കുന്നത്. പിന്നെ ടൈം ബേസ്ഡ് ഡേറ്റ അനാലിസിസ് ആണ് അടുത്ത പോർഷൻ വരെ. അതിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്താ, ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ് അനാലിസിസ് ഒക്കെ. അങ്ങനെ നമ്മുടെ BCOC 134 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പാർട്ട് എയിൽ നമ്മൾ എന്താണ് ബിസിനസ് മാത്തമാറ്റിക്സും പാർട്ട് ബിയിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം പഠിക്കുക. അടുത്ത് വരുന്നതാണ് BCOC 136 ഇൻകം ടാക്സ് ആൻഡ് പ്രാക്ടീസ്, ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതിൽ ബ്ലോക്ക് 1 ആണ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ഇൻകം ടാക്സ് ലോ അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടീസസിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് 1, 2 എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താ യൂണിറ്റ് 1, യൂണിറ്റ് 2 ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ എക്സെപ്റ്റഡ് ഇൻകംസ് എന്തൊക്കെയാണ്, അതിന്റെ ആ ഒരു എക്സെപ്റ്റഡ് ഇൻകംസിനകത്ത് എന്തൊക്കെ വരും, അതിന്റെ ആ ഒരു റേഞ്ച് എത്ര എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 1 പഠിക്കുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ സാലറി 1, സാലറി 2, സാലറി 3 ആയിട്ട് സാലറിയുടെ ഫുൾ ട്രീറ്റ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ബ്ലോക്ക് 2 പഠിക്കുന്നുണ്ട്. ബ്ലോക്ക് 3 വരുമ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന 2 സെക്ടർ ഉണ്ട് അല്ലെങ്കിൽ സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകംസിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ നമുക്ക് എങ്ങനെ അതിനെ കാണിക്കാം എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. അതിലാണ് നമുക്ക് എന്താ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ 1, 2, 3 എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയും ഇതും നമ്മൾ എന്താണ് പഠിക്കുന്നത്. ബ്ലോക്ക് 4 വരുമ്പം എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ്, അതിൽ അതർ സോഴ്സസിൽ നിന്ന് ഇൻകത്തിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താ ബ്ലോക്ക് 4 അതിനകത്ത് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതുപോലെ അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ്, അത് ഏതൊക്കെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീംഡ് ഇൻകംസ്, അതല്ലെങ്കിൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് എന്താ ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ബ്ലോക്ക് 5 പറയുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റിയെ കമ്പ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ബ്ലോക്ക് 5. അതിലാണ് നമ്മുടെ ഡിഡക്ഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ഡിഡക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിനെ അസസ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫേമിനെ അസസ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താ, അല്ലെങ്കിൽ ഒരു ടാക്സ് അതോറിറ്റി എന്താണ്, അല്ലെങ്കിൽ ഓൺലൈൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, അല്ലെങ്കിൽ ലീഡിംഗ് കേസസ് ബൈ ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്സ്, അങ്ങനെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് ഫുൾ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് എന്താ ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. അടുത്ത എന്താണ് സബ്ജക്റ്റ് ആണ് BCOE 141 എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ബ്ലോക്ക് 1 ആണ് എന്താണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. നമുക്കറിയാലേ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിൽ ഏതൊക്കെ പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് മാർക്കറ്റിംഗിന്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ വരികയാണെങ്കിൽ പിന്നെ അടുത്തോട്ട് വരുമ്പോൾ എന്താണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എത്ര എന്താണ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ടാർഗറ്റ്സ് എന്താണ്, കൺസ്യൂമർ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താ ബ്ലോക്ക് 1
പഠിക്കുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ എന്താണ്, പ്രോഡക്റ്റ് ആണല്ലോ. ഇപ്പൊ ഒരു മാർക്കറ്റ് നമ്മളൊരു സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ അതിനനുസരിച്ച് പ്രോഡക്റ്റ് ആണല്ലേ എടുക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ ബ്ലോക്ക് 2 വരുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിനൊരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പൊ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്കൊരു അതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് മുതൽ അതിന്റെ ഒരു അബൺമെന്റ് സ്റ്റേജ് വരെ ഒരു പ്രൊഡക്റ്റ് പല സൈക്കിൾ ഒരു സ്റ്റേജസിലൂടെ ആയിരിക്കും കടന്നു പോകുക. അപ്പൊ അതെന്തൊക്കെയാണ്, പിന്നെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബ്രാൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ ബ്രാൻഡിങ് എന്താണ്, പാക്കേജിങ് എന്താണ്, അതുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ഇപ്പൊ വൺസ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്, പ്രൈസിങ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത്. അപ്പം ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്നത് പ്രൈസിങ് ആണ്. അപ്പം ഒരു പ്രൈസിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൈസിങ് ചെയ്യുന്നതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ അലവൻസസ് അതൊക്കെ എന്താണ്, ഒരു പ്രൈസ് ചെയ്യുമ്പോൾ അതിന്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എന്താ ബ്ലോക്ക് 3 പഠിക്കുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ വൺസ് നമ്മൾ പ്രൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ എന്താണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 1, 2 എന്ന് പറഞ്ഞിട്ട് 2 യൂണിറ്റിലായിട്ട് നമ്മൾ അത് പഠിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിന്റെ എന്തൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ളതാണ് നമ്മൾ എന്താ ബ്ലോക്ക് 4 പഠിക്കുന്നത്. ബ്ലോക്ക് 5 വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊമോഷൻ ചെയ്യണം അല്ലെ. അപ്പൊ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ്. എന്ന് വെച്ചാൽ പ്രൊമോഷൻ മിക്സ് എന്തൊക്കെയാണ്, അത് തന്നെ പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ് അല്ലെങ്കിൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതാണ് നമ്മൾ എന്താ ബ്ലോക്ക് 5 പഠിക്കുന്നത്. ബ്ലോക്ക് 6 എന്ന് പറയുമ്പോൾ സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ്. ഇപ്പൊ നമ്മൾ വൺസ് നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ സർവീസ് ആണല്ലേ ചെയ്യേണ്ടത്. അപ്പൊ എന്താ മാർക്കറ്റിംഗ് സർവീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒരു മാർക്കറ്റിംഗിന്റെ എന്താണ് റൂറൽ ഏരിയാസിലോട്ട് പോകുമ്പോൾ അവിടെ എന്താണ് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിന്റെ എമർജിംഗ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എന്താണ് ബ്ലോക്ക് 6 പഠിക്കുന്നത്. അടുത്തതാണ് സബ്ജക്റ്റ് ആണ് എന്താണ് BCOS 185 എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ബ്ലോക്ക് 1 ആണ് എന്റർപ്രണർഷിപ്പ് എ പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു എന്റർപ്രണർഷിപ്പ് എന്താണെന്നുള്ളത് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഫുൾ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ യൂണിറ്റ് 1 പഠിക്കുക. പിന്നെ എന്റർപ്രണറിയൽ ഇക്കോ സിസ്റ്റം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ എന്റർപ്രണറിയലിന്റെ ഡൈമെൻഷൻസ്, ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്താണെന്നുള്ളത്, അത് ഒരു എന്റർപ്രണറിയൽ കോമ്പറ്റൻസി എന്താണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 1 പഠിക്കുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ബിസിനസ് ഐഡിയ സെലക്ഷൻ ആൻഡ് ഫീസിബിലിറ്റി. ഒരു ബിസിനസ് ഐഡിയ, ഇപ്പൊ നമുക്ക് ഒരു എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആവണം എന്നുള്ളത് മാത്രം പോരാ അല്ലെ, അതിന് എന്തൊക്കെ നമുക്ക് എന്താണ് ഒരു ഫീസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ നിലനിൽക്കുന്ന ബിസിനസ് ഐഡിയാസ് എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ബ്ലോക്ക് 2. അതാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ. എന്തൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താ ഉള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ അതിന് എന്താ മാർക്കറ്റ് റിസർച്ച് നടത്തുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ ചെയ്യുക. പിന്നെ ആ പ്ലാന് ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ റിസർച്ച് ചെയ്യുക. പിന്നെ ആ പ്ലാന് ഫീസിബിലിറ്റി ഉള്ള പ്ലാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് എന്താ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ മൊബിലൈസിങ് റിസോഴ്സസ് ആൻഡ് സ്റ്റാർട്ടപ്പ്. നമുക്ക് ഉള്ള എന്താണ് നമ്മുടെ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് എന്ത് ചെയ്യുക, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ മെഷേഴ്സ് എന്താണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളത്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മൊബിലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. ബ്ലോക്ക് 4 വരുമ്പം എന്റർപ്രണർഷിപ്പ് ആൻഡ് MSMEs എന്ന് പറയാം. നമുക്കറിയാലോ MSMEs എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പം ആ MSMEസിന്റെ അല്ലെങ്കിൽ എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഒരു ഇന്ത്യയിൽ ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സക്സസ് സ്റ്റോറീസ് എന്താന്നുള്ളതാണ് നമ്മൾ എന്താ ബ്ലോക്ക് 4 പഠിക്കുന്നത്. അടുത്താണ് BCOS 184 ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കൂടുതലും നിൽക്കുന്നത് ഇ കൊമേഴ്സ് റിലേറ്റഡ് ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിയിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു സബ്ജക്റ്റ് ആണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ബ്ലോക്ക് 1 നമ്മൾ ബേസിക് ഓഫ് ഇ കൊമേഴ്സ് ആണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ് എന്താണെന്നുള്ളത്, പിന്നെ ഇ കൊമേഴ്സിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണെന്നുള്ളത്, എന്താ അപ്ഡേറ്റഡ് വേർഷൻസ് എന്താണെന്നുള്ളത്, പിന്നെ ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെയാണ് നമ്മൾ എന്താണ് ബ്ലോക്ക് 1 പഠിക്കുന്നത്. ബ്ലോക്ക് 2 പറയുമ്പോൾ ഇ പേയ്മെന്റ് സിസ്റ്റംസ് ആണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇ പേയ്മെന്റ് നമുക്കറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇ പേയ്മെന്റ്, നെറ്റ് ബാങ്കിങ്, ഇ ബാങ്കിങ് ഒക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ബ്ലോക്ക് 2
നമ്മൾ. പിന്നെ ബ്ലോക്ക് 3 വരുമ്പം വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് എന്ന് പറയും. ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വെബ് സെർവർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട്. നമ്മൾ ഒരു ഒരു സൈബർ ലോകത്ത് നിന്നാൽ പോരാ, അതിന്റെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ IT ആക്ട് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ സൈബർ സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്താണെന്നുള്ളത്, പിന്നെ IT ആക്ട് 2000 അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ മനസ്സിലാക്കുന്ന, ഓവർവ്യൂ മനസ്സിലാക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ബ്ലോക്ക് 5 വരുമ്പോൾ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ. ഈ ടെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ സർവീസസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആപ്പ് ബേസ്ഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറെ ആപ്പ് ബേസ്ഡ് കുറെ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ആപ്പ് ബേസ്ഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്, ട്രേഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് 5 പഠിക്കുന്നത്. പിന്നെ അടുത്താണ് BPAS 184 ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട്. അതിന്റെ ബ്ലോക്ക് 1 ആണ് ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയും. അതിന്റെ അതിൽ നമ്മൾ പഠിക്കുന്നതാണ് ലോജിസ്റ്റിക്സ്, അതിന്റെ കൺസെപ്റ്റ്സ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എത്ര ഫോംസ് ഉണ്ട്, പിന്നെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിൽ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്, പിന്നെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 1 പഠിക്കുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് കോമ്പോണന്റ് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ പ്രൊക്യൂർമെന്റ്സ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ, അതേപോലെ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നത്, അതിന്റെ പാക്കേജിങ്, അതേപോലെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് വെയർ ഹൗസ്, അത് അല്ലെങ്കിൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ അതിന്റെ ഇൻഫർമേഷൻ മോണിറ്റർ ചെയ്യുന്ന മെത്തേഡ്സ്, അതിന്റെ ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ബ്ലോക്ക് 3 പോകുമ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എമർജിംഗ് ട്രെൻഡ്സ്. ഒരു ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ എമർജിംഗ് ട്രെൻഡ്സ് എന്താണെന്നുള്ളത്, അതിന്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ അറിയാൻ പറ്റും. ഗ്രീൻ ലോജിസ്റ്റിക്സ് അതെന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൂടുതലും കേൾക്കുന്നതാണ് അല്ലെ ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താണെന്നുള്ളത്. പിന്നെ ഔട്ട്സോഴ്സിംഗ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, അതിന്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്ത് അതിന് വേണ്ട കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യണം എന്നുള്ള, ഓപ്പർച്യൂണിറ്റി ഡെവലപ്മെന്റ് ചെയ്യണം എന്നുള്ള 4 യൂണിറ്റ്സിലായിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. അടുത്ത സബ്ജക്റ്റ് ആണ് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞൊരു നമ്മളൊരു വേൾഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ, ഒരു എക്കണോമിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടതാണല്ലോ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ എന്തൊക്കെ തരം പ്രോസസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലോബലൈസേഷൻ ഓഫ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിന് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ബ്ലോക്ക് 2 പോകുമ്പോൾ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റ്. ഒരു ഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെ ലിസൺ ചെയ്യുന്നു, എങ്ങനെ സ്പീക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതിൽ നമുക്ക് എന്താണ് ഒരു ഇൻഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മേക്കിംഗ് ഇൻക്വയറീസ്, ഒരു ഇൻക്വയറി നമുക്ക് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോൾ, ഒരു മീറ്റിംഗ് വരുമ്പോൾ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു പ്രസന്റേഷൻ സ്കിൽ, ഒരു എസെൻഷ്യൽസ് ഓഫ് പ്രസന്റേഷൻ സ്കിൽസ്, അതാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ബ്ലോക്ക് 3 വരുമ്പം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ. നമ്മൾ നേരത്തെ ബ്ലോക്കിനകത്ത് എന്താണ് സ്പീക്കിങ്ങും ലിസണിങ്ങും ആണെങ്കിൽ, ബ്ലോക്ക് 3 വരുമ്പോൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ആണ്. അതിന് നമ്മൾ നമ്മുടെ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ വൊക്കാബുലറി ഡെവലപ്മെന്റ്. നമുക്കിപ്പം സംസാരിക്കാൻ അറിയായിരിക്കും, ചിലപ്പം നമുക്ക് വൊക്കാബുലറി ആയിരിക്കും നമുക്ക് ലാക്ക് ചെയ്യുക. അപ്പൊ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമുക്ക് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എഴുതാൻ അറിയാം, പക്ഷെ അതിന്റെ ആ ഒരു ഫോമാറ്റിൽ എഴുതാൻ അറിയില്ലായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഗൈഡൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമുക്ക് റൈറ്റിംഗ് സ്കില്ല് നല്ലപോലെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ
ഒരു ഫോമൽ ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഉപയോഗിക്കേണ്ട ലാംഗ്വേജസ് അതൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ഇത് അങ്ങനെ 3 ബ്ലോക്കാണ് നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനകത്തുള്ളത്. അപ്പം ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ അശ്വതി മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഗായത്രി മാം നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട് വൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. 1 by 1 നമ്മൾ ഇനി പഠിച്ചു തുടങ്ങും. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇനി 7 സബ്ജക്റ്റും കൂടെ ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉൾപ്പെടെ 8 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആയതുകൊണ്ട് അറിയുന്നുണ്ടായിരിക്കും, അസൈൻമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നുണ്ടായിരിക്കും. വൺസ് അഗൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക ചെയ്യുന്നത്, നമ്മൾ അസൈൻമെന്റ്സ് നമ്മളെ സ്റ്റഡി സെന്ററിൽ എക്സാം എഴുതുന്നതിന് മുമ്പ് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഓരോ അസൈൻമെന്റ്സ് വീതം നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹാൻഡ് റിട്ടേൺ ആയിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി കുറച്ച് എസ്എ ടൈപ്പ് എഴുതേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. രണ്ടിനുള്ള ആൻസേഴ്സ് നമ്മൾ നമ്മുടെ സ്വന്തം ഹാൻഡ് റിട്ടേൺ ഫോമിൽ എഴുതിയിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പല സ്റ്റുഡൻസും എപ്പോഴും മിസ്സാക്കുന്ന ഒരു കാര്യമാണ് അക്നോളജ്മെന്റ് റെസിപ്റ്റ് മേടിക്കാതിരിക്കുക. മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് അക്നോളജ്മെന്റ് റെസിപ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സ് ഇവിടെ വച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു റെസിപ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ചില സ്റ്റഡി സെന്റേഴ്സിന് അവർ റെസിപ്റ്റ് ആയിട്ട് തരില്ല, അവിടുത്തെ രജിസ്റ്ററിൽ എഴുതിയിട്ട് ചിലപ്പോൾ ഫോട്ടോ എടുക്കാനായിരിക്കും സമ്മതിക്കുന്നുണ്ടാവുക. വാട്ട് എവർ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന്റെ ഒരു പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ പറ്റുന്ന എല്ലാവരും തന്നെ അസൈൻമെന്റ്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കയ്യിൽ വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടോ മറ്റോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ എടുത്ത് വയ്ക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. നാളെ ഒരു ദിവസം അതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വേണ്ടി പറയാറുള്ളത്. യൂഷ്വലി നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തിൻ 1 month അവർ വാല്യൂ ചെയ്തിട്ട് അത് തിരിച്ച് തരാറുണ്ട്. അത് ഓരോ സ്റ്റഡി സെന്ററിന്റെ പോളിസീസ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുക. ബികോം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അസൈൻമെന്റ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ 35% മാർക്ക് മാൻഡേറ്ററി ആയിട്ട് കിട്ടണം. അതായത് 100ൽ മിനിമം നിങ്ങൾക്ക് എന്ത് വേണം, 35 മാർക്കെങ്കിലും നിങ്ങൾ അസൈൻമെന്റ്സിന് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ അസൈൻമെന്റ് ക്ലിയർ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. വൺസ് അസൈൻമെന്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് അവർ വാല്യൂ ചെയ്തിട്ട് മാർക്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇൻ കേസ് അസൈൻമെന്റ്സ് അങ്ങനെ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾ 35 മാർക്സിലും കുറവ്, അതൊക്കെ വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ, അങ്ങനെയൊന്നും നമുക്ക് വരാറില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത അറ്റംപ്റ്റിന് നിങ്ങൾക്ക് അപ്പത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ജനറൽ ആയിട്ടുള്ള അസൈൻമെന്റ് റിലേറ്റഡ് റൂൾസ് എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, നമ്മൾ ഡിസംബറിൽ എക്സാം എഴുതുമ്പോൾ ഒരു സെപ്റ്റംബർ എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ജൂണിലാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബൈ മാർച്ച് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് കാറ്റഗറി നമ്മൾ എക്സാം ആണ്. അസൈൻമെന്റ്സ് കൂടാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ്. നമുക്ക് യൂഷ്വലി ഇഗ്നോ യൂണിവേഴ്സിറ്റി ജൂണിലും ഡിസംബറിലുമാണ്, ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ടേം ആൻഡ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. വൺസ് ടേം ആൻഡ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട്, ആ ഒരു സൈക്കിളിലെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂര് കേരള വർമ്മയൊക്കെ വളരെ ലിമിറ്റഡ് സ്ലോട്ട്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരു പിന്നെ ആവട്ടെ, നമുക്ക് ഡ്യൂ ഡേറ്റ് കുറച്ചധികം ഉണ്ടായിരിക്കും ചിലപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് പല സ്റ്റഡി സെന്റേഴ്സിലും സ്ലോട്ട്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന്റെ ഫോം ഔട്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് വേണ്ട സ്റ്റഡി സെന്ററിൽ നമുക്ക് വേണ്ട സബ്ജക്ട്സ് എല്ലാം തന്നെ അവൈലബിൾ ആവുള്ളൂ. പെർ പേപ്പർ 200 റുപ്പീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു 8 പേപ്പർ എഴുതണമെന്നുണ്ടെങ്കിൽ 1600 റുപ്പീസ് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും ഒരു എമൗണ്ട് എക്സാം എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പെട്ടെന്ന് തന്നെ എക്സാമിനുള്ള ഇത് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ടേം ആൻഡ് എക്സാമിനേഷനും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മിനിമം 35% മാർക്സ് തന്നെ സ്കോർ ചെയ്യേണ്ടി വരും. 35%, അതായത് 100ൽ 35 മാർക്സ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാണെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ.
അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി എന്താണ്, നമുക്ക് ടേമെന്റിന്റെ റിസൾട്ട് വരും ആൻഡ് അസൈൻമെന്റ്സിന്റെയും വരും. ഈ രണ്ടും മിനിമം 35 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി പാസ്സായി എന്ന് പറയാം. അതിനുശേഷം നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസൈൻമെന്റ്സിന് എത്ര മാർക്ക് കിട്ടുന്നോ അതിന്റെ 30%, നമുക്ക് റിട്ടേൺ ടെസ്റ്റിന് എത്ര മാർക്ക് കിട്ടുന്നോ അതിന്റെ 70% എടുത്തിട്ട് കമ്പൈൻ ചെയ്യും. അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ്സിന് 100ൽ 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം എടുക്കാൻ പറ്റിയ 30%. 30% എന്ന് പറയുമ്പോൾ എത്രയാണ്, 30 മാർക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ടെസ്റ്റിന് ഇപ്പോൾ 80 മാർക്സ് ആണ് സ്കോർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ 70% എടുക്കും. അപ്പൊ 56 മാർക്സ്. രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 86 മാർക്സ് ആയിരിക്കും ഇൻ ടോട്ടൽ കിട്ടുന്നുണ്ടാവുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ നിങ്ങൾ സ്കോർ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് 60 മാർക്കാണ് എക്സാമിന് കിട്ടിയെങ്കിൽ അതിന്റെ 70% എടുക്കും. അസൈൻമെന്റ്സിന് 80 മാർക്കാണ് കിട്ടിയെങ്കിൽ അതിന്റെ 30%. നിങ്ങൾക്ക് എത്ര മാർക്സ് ആണോ കിട്ടുന്നത് അതിന്റെ ആ ഒരു വെയിറ്റേജ് എപ്പോഴും സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. 70:30 എന്നുള്ള ആ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് എപ്പോഴും മാർക്സ് അലോക്കേറ്റ് ചെയ്ത് വരുന്നത്. ഇൻഡിവിജ്വലി പാസ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര വേണം ഓർത്തു വയ്ക്കാം? മിനിമം 35 മാർക്സ് വേണം ഇൻഡിവിജ്വലി പാസ് ആവണമെന്നുണ്ടെങ്കിൽ. ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതിന്റെ കൂടെ അഡീഷണലി ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 30 days ആണ്. ഇപ്പൊ അറിയാം പലർക്കും പല ഡേയ്സിലാവും, പല ഡേറ്റ്സിലായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഒരുമിച്ചല്ല റിസൾട്ട് വരിക, പല സ്റ്റഡി സെന്റർ ബേസിലും പല ഡേറ്റ്സിലായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പൊ 1ാം തീയതി റിസൾട്ട് വന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 50 മാർക്കാണ് കിട്ടിയത്. ഇപ്പൊ ആ സ്റ്റുഡന്റ് കോൺഫിഡന്റ് ആണ്, എനിക്ക് ഇത്രയല്ല ഇതിലും കൂടുതൽ മാർക്ക് കിട്ടും. ഇവന്റോ നമ്മൾ പാസ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിലും കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റീവാലുവേഷന് കൊടുക്കാൻ പറ്റും. റിസൾട്ട് വന്നു കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ് നമുക്ക് റീവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇൻഡിവിജ്വലി എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കണമെന്ന് ഉള്ളവർ എന്ത് ചെയ്യുക, റീവാലുവേഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ നിർബന്ധമില്ല, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, കൂടുതൽ മാർക്സ് കിട്ടുന്നത് നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാ പറയണത്. പിന്നെ നമ്മുടെ ലേൺ വൈസിൽ നിങ്ങളുടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് മാക്സിമം നിങ്ങൾക്കൊരു മാക്സിമം 100% കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരുപാട് മോഡേൺ ടൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെക് എനേബിൾഡ് റിസോഴ്സസും സപ്പോർട്ട് സർവീസസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോർ ലേണിംഗ് റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ നിങ്ങളുടെ ആപ്പിലുള്ള ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് തന്നെയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും റെക്കോർഡഡ് വീഡിയോസ് കണ്ടതിന്റെ ബേസിസിൽ നമ്മൾ തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ആ ലൈവിന്റെ റെക്കോർഡിങ്സ് നമ്മൾ പിന്നീട് അവൈലബിൾ ആക്കാറുണ്ട്. നെക്സ്റ്റ് ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. വാൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. SLM എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതിന്റെ കുറച്ച് കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും വാല്യൂ ആഡഡ് നോട്ട്സിൽ ഉണ്ടാവുക. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ആണ്. എക്സാം പീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേസിക്കലി ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞു പോയ എക്സാംസിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആപ്പിനുള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് എക്സാം പീഡിയ കാണാൻ പറ്റും. EP എന്ന് പറയുന്ന ഒരു PDF നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നമ്മൾ അസൈൻമെന്റ്സ് വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് നമ്മുടെ ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാറുണ്ട്. പിന്നെ ഇത് കൂടാണ്ടുള്ള എക്സ്ട്രാ ടൂൾസ് എക്സാം റിലേറ്റഡ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ PYQ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാറുണ്ട്. മോഡൽ എക്സാംസ് നടത്താറുണ്ട്. പിന്നെ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കാറുണ്ട്. എക്സാമിന് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ലേൺ വൈസ് നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ എക്സാം റിലേറ്റഡ് ചിലപ്പോൾ സ്ട്രെസ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ഒക്കെ നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാറുണ്ട്. എൻറിച്ച്മെന്റ് പ്രോഗ്രാം EP-ന്റെ നമുക്കറിയാം 2 സീസൺ സക്സസ്ഫുൾ ചെയ്തിട്ടുണ്ട്, 3rd സീസൺ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സാം നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നതുകൊണ്ട് തന്നെ ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് EP പോലുള്ള പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് കൂടാണ്ട് ഒരുപാട് കോ കരിക്കുലർ ഇവന്റ്സ് നമുക്കറിയാം, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ തന്നെ ഉയർന്ന നിലയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാറുണ്ട് കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ലേൺ വൈസ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്.